കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM പ്രവർത്തകരായ 8 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഇവർ 50,000 രൂപ പിഴയും അടയ്ക്കണം. 11ാം പ്രതിക്ക് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കോടതി വിധിച്ചു. ബി.ജെ.പി. പ്രവർത്തകനായിരുന്ന സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് CPM പ്രവർത്തകരായ 8 പേർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കാളികളായ 7 മുതൽ 9 വരെയുള്ള പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ്. ഇവർ 50,000 രൂപ പിഴയും കൊടുക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷ് എന്നിവരടക്കം 8 പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ. 11ാം പ്രതി പ്രദീപന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കോടതി വിധിച്ചു. 2025 ഓഗസ്റ്റ് 7-നാണ് ബി.ജെ.പി. പ്രവർത്തകനായ സൂരജ് കണ്ണൂർ മുഴപ്പിലങ്ങാട് ടൗണിൽ വെച്ച് കൊല്ലപ്പെട്ടത്. CPM വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിന്റെ വിരോധമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. 9 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ 2 മുതൽ 6 വരെ പ്രതികൾക്ക് ആയുധ നിരോധന നിയമപ്രകാരം 2 വർഷം തടവും 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിഴ സംഖ്യ മരിച്ച സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അതുകൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 11ാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇതിലെ 1ാം പ്രതിയെ കുറ്റക്കാരനെന്ന് അറിഞ്ഞിട്ടുകൂടി ഒളിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. തീർച്ചയായും വിധിയിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നീണ്ട 20 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിധിന്യായം കിട്ടിയിട്ടില്ല, വിധി പറഞ്ഞതേ ഉള്ളൂ.